പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജോലിക്ക് കൃത്യവേതനം നൽകുന്ന ഒരേയൊരു ഗൾഫ് രാഷ്ട്രം അത് പറയുക ദുബായ് തന്നെയായിരിക്കും. ഏറ്റവും സന്തോഷത്തോടെ പ്രവാസികൾ കഴിയുന്ന ഏകയിടം ദുബായ് തന്നെയാണ്. ഇതിന് കാരണം പ്രവാസികൾക്ക് അനുകൂലമായി പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് തന്നെ അധികൃതർ ഓരോ നിർണായക ചുവടുവയ്പും മുന്നോട്ട് വയ്ക്കും. എന്നാൽ ഇതാ ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എമിറേറ്റിൽ കെട്ടിട കരാറുകൾ പുതുക്കുമ്പോൾ അധിക നിരക്ക് ഈടാക്കുന്നത് അധികൃതർ ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റും കെട്ടിട മേഖലകളിലെ പ്രതിനിധികളും നിയമം പാലിക്കണമെന്ന് ദുബായ് കെട്ടിട വാടക തർക്ക പരിഹാര സമിതി വ്യക്തമാക്കി. ഏതെങ്കിലും വിധത്തിലുള്ള സേവനങ്ങളുടെ പേരിലോ മറ്റോ വാടകയോടൊപ്പം അധിക നിരക്ക് ഈടാക്കുന്നത് നിയമലംഘനമാണ്. ഇതിനായി കെട്ടിട വാടക കരാറിൽ അനുബന്ധ കാര്യങ്ങൾ എഴുതി ചേർക്കാനും പാടില്ലെന്ന് അധികൃതർ അറിയിച്ചു. വാടക കരാർ പുതുക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും പാർപ്പിട കെട്ടിട പ്രതിനിധികളും അധിക നിരക്ക് ഈടാക്കുന്നതായി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയത്. കെട്ടിട വാടക കരാർ പുതുക്കൽ പ്രക്രിയയേക്കാൾ മാത്രം 500 ദിർഹമാണ് ഒരു താമസക്കാരനോട് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആവശ്യപ്പെടുന്നത് തന്നെ. ഇതിനെതിരെ താമസക്കാർ അധികൃതരെ സമീപിക്കുകയുണ്ടായി. ചില റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ 1000 ദിർഹമാണ് അധികമായി ആവശ്യപ്പെട്ടു വരുന്നത്. കെട്ടിടം മാറാൻ താമസക്കാർ താല്പര്യപ്പെടുന്നില്ലെന്ന സാഹചര്യം മുതലെടുക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളെന്ന് താമസക്കാർ പരാതിയിൽ ഇതിനോടകം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. കെട്ടിട കരാറുകൾ പുതുക്കുമ്പോൾ അധിക നിരക്ക് ഈടാക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കമ്പനികളുടെയും ചില വ്യക്തികളുടെയും പതിവായിട്ടുണ്ടെന്ന് ദുബായ് കെട്ടിട വാടക തർക്ക പരിഹാര സെന്റർ തലവൻ ജഡ്ജി അബ്ദുൽ ഖാദിർ മൂസ പറയുകയുണ്ടായി. കമ്മീഷനായോ അധിക നിരക്കായോ ഈടാക്കുന്നവർ കെട്ടിട കരാറിൽ അത് വ്യക്തമാക്കണം. എന്നാൽ കരാർ രൂപപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ തുക ഈടാക്കേണ്ടത്. ഓരോ തവണയും കരാർ പുതുക്കുമ്പോൾ കൂടുതൽ പണം പറ്റുന്നത് നിയമലംഘനമാണെന്നാണ് അധികൃതർ പറയുന്നത്. നിരക്ക് നൽകാത്തത് കാരണം താമസയിടം ഒഴിപ്പിക്കാനും പാടില്ലെന്നുമുണ്ട്. എന്നാൽ എമിറേറ്റിലെ പുതിയ കെട്ടിട വാടക നിയമം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ജഡ്ജ് മൂസ അബ്ദുൽ ഖാദിർ അറിയിച്ചു. കെട്ടിട ഉടമകൾ അധിക നിരക്ക് നിർബന്ധമാക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള കർശന നിർദ്ദേശങ്ങൾ പുതിയ കെട്ടിട നിയമത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സ്വദേശികൾക്ക് ഫീസും ഇതിനോടകം തന്നെ അനുവദിക്കുകയും ചെയ്യില്ല. അജ്മാനിൽ കെട്ടിട വാടക കരാറുകൾ പുതുക്കുന്നതിന് സ്വദേശികൾക്ക് നിരക്കില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അജ്മാൻ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനുമായ ഷെയ്ഖ് അമ്മാർ ബിൻ റാഷിദ് അൽ നുവൈമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. സ്വദേശികൾക്ക് വാടക നയത്തിലുള്ള അധിക ചെലവ് കുറയ്ക്കാനാണ് വാടക കരാർ സാക്ഷ്യപ്പെടുത്താനുള്ള നഗരസഭാ നിരക്കിൽ ഇളവ് നൽകിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.